ഇന്നലെ നമ്മൾ ട്രോളായിട്ട് ചെയ്തൊരു വീഡിയോ അല്ലേ, ആ വീഡിയോയിൽ ശരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്. നമുക്ക് നോക്കാം എന്താണ്. രാവിലെ 20 രൂപ നോട്ട്, 20 രൂപ ഗാന്ധിത്തലയാണ്. അപ്പൊ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഗാന്ധിജി ആരാന്നറിയോ? ഫാദർ ഓഫ് ദി നേഷൻ. ദിനേശന്റെ ഫാദറാണ്. ഓക്കെ, ഫാദർ ഓഫ് ദി നേഷൻ, ദിനേശന്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞു. അതായത് ഫാദർ ഓഫ് ദി നേഷൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആരാന്നറിയോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഗാന്ധിജി തിരിച്ചെന്താണ് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഗാന്ധിജി തിരിച്ച് ടാഗോറിനെ എന്ത് വിശേഷിപ്പിച്ചു? ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരാന്നറിയോ? അത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ ഗാന്ധിജി തിരിച്ചെന്താണ് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചു അല്ലെ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാന്നറിയോ? ഉത്തരം അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. അറിയാത്തവർ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. അപ്പൊ മറ്റൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.